ഒരു മത്സ്യത്തെ എടുത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്കിട്ടാൽ അതിൻ്റെ അവസ്ഥ എന്താകുമോ, അതാണ് അള്ളാഹുവിൻ്റെ സ്മരണകളിൽ നിന്നൊഴിഞ്ഞൊരു ഹൃദയത്തിൻ്റെ അവസ്ഥ എന്നാണ്. ആ മത്സ്യം പിടക്കുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങൾ പിടക്കും, ആശങ്കകൾ കൊണ്ട്, അസ്വസ്ഥതകളെ കൊണ്ട്, അസമാധാനങ്ങളെ കൊണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണകൾ, ഓർമ്മകളെ, ഈ തക്ബീറുകൾ ചൊല്ലുമ്പോൾ ആ തക്ബീറുകൾ അള്ളാഹുവിനെ സ്മരിക്കുക. പ്രാർത്ഥനയെക്കാളും വലുതാണ് ദിക്ർ എന്നെന്താ പണ്ഡിതന്മാർ പറയാൻ കാരണം? പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടാൻ ആദ്യത്തിൽ ദിക്റുകൾ വേണം. മാത്രമല്ല അദ്കാറുകൾ പ്രാർത്ഥനകൾ കൂടെയാണെന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു പറഞ്ഞു, വദ്കുറൂനീ അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കാം. സഹോദരങ്ങളെ, നിസ്സാരരായ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ പരമകാരുണികനായ അള്ളാഹുവിനെ ഓർത്താൽ, ആ അള്ളാഹ് എന്നെയും നിങ്ങളെയും ഓർത്താൽ ജീവിതത്തിൽ നമുക്ക് എന്താണ് പ്രശ്നം? പക്ഷെ അതൊന്ന് നാവുകൊണ്ട് പറയാൻ, എൻ്റെ മനസ്സുകൾ ഉറപ്പിച്ച് നിർത്താൻ ഞാൻ എന്ത് ചെയ്യണം റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹ് റസൂൽ പറഞ്ഞു, നിന്റെ നാവ് എപ്പോഴും ആ ദിക്റുകളെ കൊണ്ട് പച്ചയായിരിക്കട്ടെ എന്നാണ്. രാവിലെ സുബഹി കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരുന്ന് ചെല്ലാൻ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ദിക്റുകൾ പൂർത്തിയാക്കി ഉറങ്ങാൻ പറ്റുമ്പോൾ അത് കിട്ടുന്ന ഒരു മനസ്സമാധാനവും മനസ്സന്തോഷവും പ്രധാനമാണെന്നാണ് ഖുർആൻ പറഞ്ഞു. നോക്ക് നിങ്ങൾ, നല്ല വാളുമായി ജീവനെടുക്കാൻ അപ്പുറത്ത് ശത്രുക്കൾ സംഘടിച്ച് നിൽക്കുമ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ? മരണത്തിൻ്റെ മുന്നിലല്ല, രോഗങ്ങൾക്ക് മുന്നിലല്ല, പ്രതിസന്ധികൾക്ക് മുന്നിലല്ല, ഒരു യുദ്ധത്തിൽ ശത്രുക്കൾ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു. നിങ്ങളൊരു ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, സ്ഥൈര്യത്തോടെ നിൽക്കുക. പിന്നെ വദ്കുറുല്ലാഹ കതീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, നിങ്ങൾ വിജയിച്ചേക്കാമെന്നാണ്. ലഅല്ലക തർല, എൻ്റെ മനസ്സിന് സംതൃപ്തി കിട്ടുക. ചൊല്ല സുഹൃത്തുക്കൾ, പിശുക്കില്ലാതെ ചൊല്ലുക.